എത്ര ദുർബലമായ തെളിവാണ്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേറെ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഖിദർ വേറെ സമുദായത്തിൽപ്പെട്ട ആളാണ്, വേറെ നാട്ടിലുള്ള ആളാണ്. കാന നബിയ്യു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സ. ഒരു നബി അദ്ദേഹത്തിന്റെ നാട്ടുകാരിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെടുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ആരെ പിൻപറ്റാതിരുന്നത്. മാത്രമല്ല ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബിയാണ്. ഒരു നബിക്ക് മറ്റൊരു നബി എന്ത് ചെയ്യേണ്ടതില്ല, പിൻപറ്റേണ്ട ആവശ്യമില്ല. അപ്പോ അതുപോലെ തന്നെ എന്താണ് ഇൽമുൽ കലാം, സലഫികളല്ലാത്ത എല്ലാ വിഭാഗങ്ങളും ഏതിനു വേണമെങ്കിലും എടുത്തോളൂ, അവരെല്ലാം തന്നെ എന്താണ് ഈ ഇൽമുൽ കലാമിനെ പിൻപറ്റുന്ന ആളുകളാണ്. അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇൽമുൽ കലാമിനെ ആ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുപയോഗിക്കുന്ന തഫ്സീർ എന്താണ്, തഫ്സീർ റാസിയാണ്. അതുപോലെ മറ്റ് തഫ്സീറുകളാണ് അവർ അവലംബിക്കുന്നത്, ജമഖ്ശരിയുടെയും എല്ലാം തഫ്സീറുകൾ. എത്ര എത്ര അയിമത്തുകളാണ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് കലാമിനെ ദമ്മ് ചെയ്തുകൊണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലുൽ കലാമിന്റെ വിഷയത്തിൽ എന്റെ ഹുക്ം എന്താണ്, അവരെ അടിക്കുകയും അവരെന്താണ് നാടായ നാടുകൾ എന്ത് ചെയ്യണം, കൊണ്ടു നടക്കുകയും വേണം. എന്നിട്ട് പറയണം എന്താണ്, ഇതാണ് കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് ഇതാണ് ഖുർആനും സുന്നത്തും ഉപേക്ഷിച്ച് കലാമിനെ സ്വീകരിച്ച ആളെ ശിക്ഷ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം ഷാഫി. എല്ലാ അയിമത്തുകളും എതിർത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തഹ്രീമുൻ നസർ ഫി കുതുബി അഹ്ലിൽ കലാം എന്ന ഗ്രന്ഥമാണ് ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി. ധാരാളം അയിമത്ത് ഇമാം ദഹബി ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ധാരാളം അയിമത്തുകൾ അവരെല്ലാവരും തന്നെ സലഫുകൾ ആസാറുകൾ ഉദ്ധരിച്ച് അവർ എത്രത്തോളമാണ് ഇതിനെ ഇൻകാർ ചെയ്തതെന്ന്. മാത്രമല്ല മറ്റൊരു വിഷയം എന്താണ്, ദഈഫായ ഹദീസുകൾ എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, സലഫികളല്ലാത്ത എല്ലാ വിഭാഗം ആളുകൾ അവർ പറയുന്നത് എന്താണ്, ഇമാം നവവിയെയും അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള അയിമ്മത്തുകൾ അവര് ദഈഫായ ഹദീസുകൾ എന്താണ് ഫദായില് എന്താണ് പറയാൻ വേണ്ടി ഉപയോഗിക്കാം ശുറൂത്തുകളോടുകൂടി. ആ ശുറൂത്തുകൾ എന്തൊക്കെയായിരിക്കണം, അത് തനിച്ച ഫദായിൽ മാത്രം ഒന്നായിരിക്കണം. അതിലൊരു ഇബാദത്ത്, പുതിയൊരു ഇബാദത്തിനെ കുറിച്ച് പറയുന്നതോ പുതിയൊരു അഖീദയെ കുറിച്ച് പറയുന്നതോ ഒന്നും ആയിരിക്കാൻ പാടില്ല. മാത്രമല്ല അത് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. പിന്നെ അത് പോയില്ലേ, റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്താണ് പറയാനോ വിശ്വസിക്കാനോ പാടില്ല. റസൂലിലേക്ക് മൂന്നാമത്തെ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. അപ്പൊ ഇതാണ് അയിമത്തുകൾ പറഞ്ഞ ഒരു നിലപാട്. എന്നാൽ കൂടുതൽ എന്താണ് സൂക്ഷ്മമായ നിലപാട് എന്താണ്, ഇമാം അലി ഇബ്നുൽ മദീനി ജബലുസ് സുന്ന അദ്ദേഹം, അതുപോലെ അദ്ദേഹത്തിന്റെ തിൽമീദായ ബാറായ തിൽമീദാണ് ആര്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അതുപോലുള്ള അയിമത്തുകൾ യഹ്യ ഇബ്നു മഈൻ, ഈ കാലഘട്ടത്തിൽ ഇമാം മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി, ഇമാം മുഖ്ബിൽ ഇബ്നു ഹാദിൽ വാദിഇ പോലുള്ള അയിമത്തുകളെല്ലാം സ്വീകരിച്ച നിലപാട് എന്താണ്, ഒരു നിലക്കും എന്താണ് ദഈഫായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല, ഒരു നിലക്കും സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, മൻ കദബ അലൈഹി മുതഅമ്മിദൻ എന്താണ് ഫലിയതബ മഖാദഹു മിന്ന. ഇവിടെ മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ മൻ കദബ, ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ, ഹിജാസികളുടെ ഭാഷയിൽ കദിബ് എന്ന് പറഞ്ഞാൽ ഖത ആണ്. അപ്പൊ എന്റെ മനഃപൂർവ്വം ഒരാൾ എന്താണ് തെറ്റ് പറയുകയാണെങ്കിൽ കളവ് എന്ന് തന്നെ എന്തില്ല, അർത്ഥമില്ല. അത് മറ്റു ധാരാളം ഹദീസുകൾ അർത്ഥമാക്കുന്നത് കളവ് തന്നെയാകണമെന്നില്ല എന്നുള്ളത്. അപ്പോ അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ അനസ് ഇബ്നു മാലിക്, സഅദ് ഇബ്നു അബീ വഖാസ് ഇവരുടെയൊക്കെ ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് ശരിയായ കളവ് തന്നെയാകണമെന്നില്ല, വെറും അബദ്ധമായാൽ മതി. അതുകൊണ്ടാണ് സഹാബത്ത് എന്താണ് ഹദീസുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കുക, അബദ്ധം വരാതെ സൂക്ഷിക്കാറുണ്ടായിരുന്നു. കാരണം അവര് അബദ്ധത്തെ കളവ് എന്നായിരുന്നു പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ഹദീസിൽ വന്നത് എന്താണ്, അബദ്ധമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും മൂത്രം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഉമർ പറഞ്ഞു, അല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ്, കളവാണെന്നാണ് മറ്റു സഹാബിമാർ പറഞ്ഞത്. അത് കദിബ്, പക്ഷെ അത് കളവല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്, ഖതആണ്, അബദ്ധമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, അതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. എന്നാൽ അയിമത്തിന്റെ നിലപാടെടുക്കുക ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ നിലപാടെടുത്തുകൊണ്ട് ഇതിനെ നീട്ടി വലിച്ചിട്ട് എന്താണ് അവരുദ്ധരിക്കുന്ന ഹദീസ് ഞങ്ങൾ ഇതാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയും. ഇമാം നവവിയുടെയും ഇബ്നു ഹജറിന്റെയും നിലപാട്
എന്നിട്ടോ ഈ ഫദായിൽ അമാൽ പോലുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ. അതിൽ പറയപ്പെടുന്ന ഒരുപാട് ഹദീസുകൾ പുതിയ അഖീദയെ സ്ഥിരപ്പെടുത്തുന്ന, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയും അല്ലേ, ഇതുപോലുള്ള ധാരാളം തെറ്റായ അഖീദകളാണ് അതിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതുപോലുള്ള ഹദീസുകൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ ഒരു നിലക്കും പാടില്ല എന്ന് എല്ലാ അയിമ്മത്തുകളുടെയും നിലപാടാണ് അല്ലേ. ഇബ്നു ഹജറിന്റെയും നവവിയുടെയും ഒക്കെ നിലപാട് പ്രകാരം അത് തനിച്ച ഫദായിൽ വന്ന ഹദീസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് സ്വർഗത്തില് എന്താണ് പക്ഷിയുടെ മേൽ എന്താണ് സ്വർഗത്തിൽ ചുറ്റിക്കറങ്ങുക, ആ പക്ഷിയുടെ കൊമ്പ് എന്താണ് കൊക്ക് ഇങ്ങനെയാണ്, ചിറകുകൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫദ്ലാണ്. പക്ഷെ എന്താണ്, ഇതിലൊരു പുതിയ വിശ്വാസമാണ് വരുന്നത്. സ്വർഗത്തിൽ ഇങ്ങനെ ഒരു പക്ഷിയുണ്ടെന്നും അതിന്റെ കൊക്കും ചിറകൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് ഇതൊന്നും തന്നെ വരാൻ പാടില്ല. പക്ഷെ ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ കഴിയും, ഈ തരത്തിലുള്ള ധാരാളം വിശ്വാസങ്ങൾ വരുന്ന ഹദീസുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ദഅഫ് യസീറായിരിക്കണം, ദൗർബല്യം വളരെ എന്തായിരിക്കണം, വളരെ യസീറായിരിക്കണം, വളരെ എന്താണ് ചെറിയ ദൗർബല്യമായിരിക്കണം, അതോ ഹിഫ്ളിലുള്ള ദൗർബല്യങ്ങളൊക്കെ ആയിരിക്കണം. എന്നാൽ തീർത്തും മൗദൂ ആയിട്ടുള്ള ഹദീസുകൾ, കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഹദീസുകളൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഉദ്ധരിക്കുന്നത്. ദുയൂബന്ദികളിലേക്ക് തബ്ലീഗുകാരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ കർമ്മശാസ്ത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കാണാൻ കഴിയും. അഥവാ ഇമാം ഷാഫിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അവർ ഉദ്ധരിക്കാണ്, എന്റെ ഉമ്മത്തിൽ ഒരാൾ വരും, ഒരു ദജ്ജാൽ വരും, അയാളുടെ പേരെന്തായിരിക്കും, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നായിരിക്കും. ഇതുപോലുള്ള കള്ള ഹദീസുകൾ എത്ര ഹദീസുകളാണ് അവർ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുക. അപ്പോ അയിമ്മത്തിന്റെ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവര് സ്വീകരിക്കുന്നത് തീർത്തും വിരുദ്ധമായിട്ടുള്ള എന്താണ്, അവരുടെ എല്ലാ ശുറൂത്തുകളെയും എന്താണ് എതിരായിട്ടുള്ള ഹദീസുകളാണ് അവർ ഉദ്ധരിക്കുന്നത്. അത് വളരെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ശുറൂത്തുകൾ അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ബിദ്അത്തുകൾ വരാനുള്ള കാരണം എന്താണ്, പണ്ഡിതന്മാരിൽ ചില ആളുകളുടെ തെറ്റായ നിലപാടുകൾ. അതിനു മുമ്പായിട്ട് ദഈഫ ഹദീസുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അയിമ്മത്തുകൾ ധാരാളം ആസാറുകൾ വന്നിട്ടുണ്ട്, നമുക്ക് വിവരിക്കാൻ നേരമില്ല. അടുത്തത് എന്താണ്, ബിദ്അത്തുകൾ, നല്ല ബിദ്അത്തിൽ ചീത്ത ബിദ്അത്തുണ്ട് എന്നുള്ള ആ തഖ്സീം, അതാണ് ഒരുപാട് ആളുകളെ പിഴപ്പിക്കാനുള്ള കാരണമായിട്ടുള്ളത് അല്ലേ. അത് പണ്ഡിതന്മാരിൽ ഇബ്നു ഹജറിനെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വിവരിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു ഹജറിനെ പോലുള്ള ആളുകള് അവർ ഹദീസിലായിരുന്നു അവരുടെ ഖിദ്മത്തുകളും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ. ഒരിക്കലും അവരെന്താണ് അഖീദയില് ഒരെന്താണ് ഇമാമായിട്ടുള്ള ആളുകളൊന്നുമല്ല, ഒരിക്കലും തന്നെ. അത് വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, അവരെന്താണ് അവരുടെ എല്ലാ വർക്കുകളും ഉണ്ടായിട്ടുള്ളത് ഹദീസുകളിലായിരുന്നു. ആദ്യകാല വർക്കുകളൊക്കെ എന്താണ് സാഹിത്യത്തിലും അറബി സാഹിത്യത്തിലും ചരിത്രത്തിലുമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ എന്താണ് ഹദീസിലാണ്. അദ്ദേഹം മുൻകഴിഞ്ഞ ഒരുപാട് ഷുറൂഹുകൾ എടുത്തു വെച്ചുകൊണ്ട്, ബുഖാരിയുടെ ഷുറൂഹുകൾ എടുത്തു വെച്ചു ബുഖാരിക്ക് ഒരു നല്ല ശർഹ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ബുഖാരിയിൽ എന്താണ് മുഅല്ലഖായ ഹദീസുകൾ എന്താക്കി, അതിന് സനദുകൾ വെച്ചുകൊണ്ട് എന്താണ് തഗ്ലീഖു താലീഖ് എന്ന ഒരു ഗ്രന്ഥം എഴുതി. അതുപോലെ തന്നെ ഇമാം ദഹബിയുടെ എന്താണ് മീസാനുൽ അഅ്തിദാൽ അദ്ദേഹം ഷോർട്ടാക്കി ലിസാൽ മീസാൻ എഴുതി. അതുപോലെ തന്നെ മിസ്രിയുടെ തഹ്ദീബുൽ കമാൽ ചെറുതാക്കിയിട്ട് തഹ്ദീബ് എഴുതി. അപ്പൊ ഇതെല്ലാം എന്താണ് ഹദീസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി വായിച്ച് നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ എന്താണ് വിശ്വാസപരമായ വിഷയങ്ങളിൽ അദ്ദേഹം എന്താണ് തറപ്പിച്ച് നിലപാടുകൾ സ്വീകരിക്കാറില്ല. അദ്ദേഹം അഖ്വാലുകൾ ഉദ്ധരിച്ചു പോകാറാണ് ചെയ്യാറുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഇമാമത്ത് ആ വിഷയത്തിലല്ല. അപ്പൊ എന്താണ് ആ വിഷയത്തിൽ എന്താണ് അയിമ്മത്തുകളായ ആളുകളിലേക്കാണ് നമ്മൾ മടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്സായി പറഞ്ഞു എന്താണ്, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, കുല്ലു ബിദ്അത്തും ദലാല. ഇനി പിന്നെ എന്തിനാണ് വേറൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, അത്രക്ക് വ്യക്തമാണ് അല്ലേ.
അതുപോലെ തന്നെ എന്താണ് മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഇവിടെ മാ ലൈസ മിൻഹു ഇതൊക്കെ നെക്കിറയാണ്. അതിൽപ്പെടാത്ത ഏതൊരു കാര്യമാണെങ്കിലും അത് നല്ല കാര്യമാണ് ചീത്ത കാര്യമാണ് ഒന്നുമില്ല. മാത്രമല്ല ബിദ്അത്തുകാരുടെ പതിവായ അവരുടെ വാദമാണെന്ത്, ഞങ്ങൾ നല്ലതാണ് ചെയ്യുന്നത്, ദിക്ർ ചെയ്യുകയാണ് അല്ലേ. കൂഫയിലെ പള്ളിയിൽ ദിക്ർ ഹൽഖ ഉണ്ടാക്കിയ ആളുകൾ എന്താ പറഞ്ഞത്? യാ അബൂ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ. അബൂ അബ്ദുറഹ്മാൻ ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വാദത്തെ പൊളിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ് തെളിയിക്കുന്ന നിലപാട് വിവരിച്ചു. കം മിൻ മുരീദിൽ ലിൽ ഖൈറി ലാ യുദ്രിക്കുഹു. എത്ര നന്മ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അത് അവർക്ക് ലഭിക്കുന്നില്ല. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്തു കഹ്ഫിൽ പറഞ്ഞു, അല്ലദീന ضل സഅയുഹും ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സനീന അമാല. അമലുകൾ പൊളിഞ്ഞു പോയ ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന. നല്ലതാണ് അവർ ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിച്ചത്. നല്ല കാര്യങ്ങളാണ്. അപ്പോൾ വ്യക്തമാണിത്. ഇനി അതിലെന്തേ വേണ്ടതില്ല, മറ്റൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അദ്ദേഹത്തിന്റെ അസർ തറാവിഹ് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്ന അദ്ദേഹം കണ്ടപ്പോഴെന്ത് ചെയ്തു പറഞ്ഞു? നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. എത്ര നല്ല കാര്യമാണ് ബിദ്അത്താണെന്ന് അദ്ദേഹം പറഞ്ഞത് ഭാഷാർത്ഥത്തിലാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ബിദ്അത്ത് രണ്ട് തരത്തിലുണ്ട്. ഇത് നമ്മൾ ഖുബൂരികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം ഇബ്നു കസീർ റഹിമഹുല്ലാഹയെ ഖുബൂരികൾ വല്ലാതെ ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാ ഇൽമും പഠിച്ചത്. പക്ഷെ ശിഷ്യനെ അംഗീകരിക്കും, ഷെയ്ഖിനെ അംഗീകരിക്കില്ല. സുബ്ഹാനല്ലാഹിൽ അസീം. ആ ഇബ്നു കസീർ പറയുന്നു ബിദ്അത്ത് രണ്ട് വിധത്തിലുണ്ട്. ബിദ്അത്ത് ഭാഷാപരമായ ബിദ്അത്ത് ഉണ്ട്. ആ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന്. മാത്രമല്ല ആ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുക. അന്ന് ഇബ്നു ഉമർ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പുതിയ കാര്യം ചെയ്തിട്ടുണ്ടോ? റസൂൽ ചെയ്തത് തന്നെയല്ല ജീവിപ്പിച്ചത്. അപ്പോ പുനർജീവിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് തജ്ദീദ്. തജ്ദീദ് പുതുക്കുക എന്നുള്ള അർത്ഥമാണല്ലേ. പക്ഷെ ആ തജ്ദീദ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം, നശിച്ചു പോയ ഒരു കാര്യം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭാഷയിൽ അത് തജ്ദീദ് എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിലും പുതിയതല്ല. ബിദ്അത്ത് എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിലും ആ ബിദ്അത്ത് ആണെങ്കിലും അത് ശർഈയായ ബിദ്അത്തല്ല. ഖുർആനിൽ ആ അർത്ഥത്തിൽ ഒരുപാട് ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റസൂൽ, ഞാൻ നബിമാരിൽ പുതിയ ആളല്ല എന്ന് പറഞ്ഞാൽ അത് ഭാഷാർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് ചില ഖാഇദകൾ അൽ വസാഇൽ അൽ വസാഇലു ലഹ ഹുക്മു അല്ലെങ്കിൽ അൽ ഗായാതു ലഹ ഹുക്മുൽ വസാഇൽ അൽ വസാഇൽ ലഹ ഹുക്മുൽ ഗായാത്ത്. ലക്ഷ്യങ്ങളുടെ വിധിയാണ് വസീലകൾക്കും ഉള്ളത് എന്ന് ഒരു ഫിഖ്ഹിയായ ഒരു ഉസൂലിയായ ഒരു ഖാഇദ ഉണ്ട്. അഥവാ ലക്ഷ്യം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും വസീലകൾ. ഈ ഖാഇദ അത് ഭൗതികമായ കൗനിയായ കാര്യങ്ങളെ കുറിച്ചാണ് റസൂൽ ചെയ്തിട്ടുള്ളത്, അയിമത്തുകൾ വിവരിച്ചിട്ടുള്ളത്. ഭൗതികമായ കാര്യങ്ങൾ അഥവാ ലക്ഷ്യം. ഉദാഹരണമായിട്ട് ഒരാൾക്ക് വിവാഹം അയാൾക്ക് വിവാഹം കഴിക്കണം. കാരണം അയാൾക്ക് ഈ വിഷയത്തിൽ ഫിത്നയുണ്ട്. മനസ്സിലാവുന്നില്ലേ? കാരണം ഫിത്നയിലേക്ക് അകപ്പെട്ടു പോകുമെന്ന് അയാൾ ഭയപ്പെടുന്നുണ്ട്. അയാളെ ശഹ്വത്ത് പിടികൂടുമോ എന്ന് അയാൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ നിക്കാഹ് കഴിക്കണം. നിക്കാഹ് കഴിക്കാൻ വാജിബാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിക്കാഹ് കഴിക്കാനുള്ള മഹറും മുഅ്നത്തും അയാൾ ഒരുമിച്ച് കൂട്ടൽ അയാളെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. അത് ലക്ഷ്യം ശർഈയായ ലക്ഷ്യത്തിന് കൗനിയായ വസീലകൾ എന്തായിത്തീരും? വാജിബായി തീരും. മനസ്സിലായില്ലേ? അപ്പൊ ഭാഷ പഠിക്കൽ ഒരു അറബി ഭാഷ പഠിക്കൽ ഒരു
കൗനിയായ പ്രാപഞ്ചികമായ ഒരു കാര്യമാണ്. എന്നാൽ അത് വാജിബായി തീരും എപ്പോഴും ഒരാൾ ദഅവത്തിന് മുദ്രയാണ്, അതേപോലെ തന്നെ ഖുർആൻ തഫ്സീർ ചെയ്യാനും ഫത്വ പറയാനും ഇരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്താണ്, അത് വാജിബായി തീരും. മനസ്സിലായില്ലേ? മാ ലാ യതിമുൽ വാജിബു ബിഹി ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് ഒരു കാര്യം കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നതെങ്കിൽ അതും വാജിബായി തീരും. മനസ്സിലായില്ലേ? അപ്പൊ ഈ അർത്ഥത്തിൽ ധാരാളം വിഷയങ്ങളുണ്ട്. അതല്ലാതെ പുതിയൊരു കാര്യം ശറഅായി തീരുകയില്ല. മനസ്സിലായില്ലേ? അതല്ലാതെ ഇഖ്വാനികൾ പറയുന്നത് പോലെ എന്താണ്, അൽ ഗായാതു തുബർരിറു വസീല, എല്ലാ ഹറാമുകളും ഹലാലായി തീരുമോ? ഇല്ല. മറിച്ച് ഹലാലായ കാര്യങ്ങൾ ചിലപ്പോൾ എന്തായി തീരും, നിർബന്ധമായി തീരും. ഉദാഹരണമായിട്ട് ഒരാള് ഇംഗ്ലീഷുകാർ മാത്രമുള്ള ഒരു നാട്ടിൽ ഒരാൾ എൽമുള്ള ഒരാൾ ദാവത്ത് ചെയ്യണം. പക്ഷെ ദാവത്ത് ചെയ്യാൻ ഇംഗ്ലീഷ് പഠിക്കാതെ ദാവത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെന്താണ്, ഇംഗ്ലീഷ് അവർക്ക് അറിയുള്ളൂ. ഇബ്നു ഉസൈമീൻ പറഞ്ഞു, അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിക്കൽ വാജിബാണ്, ഇംഗ്ലീഷ് പഠിക്കൽ വാജിബാണ്. എന്നാൽ ഒരാൾക്ക് ഒരിക്കൽ ഹറാമായ ഒരു കാര്യം ഹലാലായി തീരുമോ? ഒരിക്കലും ഇല്ല. നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ ലക്ഷ്യം എന്താണ്, ഒരു ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ചാനൽ തുടങ്ങി അതിലെല്ലാ ഹറാമുകളുണ്ട്, എല്ലാ കുഫറും ദലാലത്തും ബിദ്അത്തുകളും എല്ലാം അതിലുണ്ട്, എല്ലാം അതിലുണ്ട്. റുഖാമാണത്. അതുപോലെ തന്നെ എന്താണ്, അതിനുവേണ്ടി അവർ നാടകം കളിക്കുന്നു, സിനിമ ഉണ്ടാക്കുന്നു, അതുപോലെ പെണ്ണുങ്ങളെ പുറത്തിറക്കുന്നു, മുബാഹറാത്തുകൾ സംഘടിപ്പിക്കുന്നു, എല്ലാ ബിദ്അത്തുകളും ചെയ്യുന്നു, എല്ലാ ഹറാമുകളും ചെയ്യുന്നു. അപ്പൊ ലക്ഷ്യം നല്ലതാണെങ്കിൽ ബിദ്അത്തുകൾ സുന്നത്താവോ, ഹറാം ഹലാലാവോ? ഒരിക്കലുമില്ല. അതവിടെ കിട്ടില്ല. മനസ്സിലായില്ലേ? അത് ജൂതന്മാരുടെ തത്വമാണ്. ജൂതന്മാര് അവരുടെ മൊസാദിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ആ വിക്കിപീഡിയയിൽ നോക്കിയാൽ കാണാൻ കഴിയും. അവരെന്താ പറയുന്നത്, അവര് ദജ്ജാലിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഫ്രീമേസന്റെ ദജ്ജാലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാം, കൊലപാതകം നടത്താം, എന്താണ് ചാരപ്പണിയും, എന്താണ് വൃത്തികേടുകൾ, എന്താണ് ഒരുപാട് പുതിയ അറബിയിലും പ്രത്യേകിച്ച് അറബിയിലാണ് ഒരുപാട് എന്താണ് ചീത്ത വെബ്സൈറ്റുകൾ, വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. ഇതെല്ലാം തന്നെ അവർ ചെയ്യുന്നതിനാണ്, അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്, ജൂത തത്വമാണ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തഖ്ലീദാണ് എന്ത് ചെയ്യുന്നത്, ഈ സുന്നത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം. തഖ്ലീദ് നമുക്കറിയാം. തഖ്ലീദിനെ സംബന്ധിച്ച് തഖ്ലീദ് വാജിബാണെന്നുള്ളത് നമ്മുടെ ഈ ഉമ്മത്തിലെ ചില അയിമ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു റജബുൽ ഹംബലി ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 4 ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ വാജിബാണെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പക്ഷേ ലൈസ അലൈഹി ദലീൽ, തെളിവില്ല അതില്. ഇസ്ലാമിൽ 3 തത്വങ്ങളെ 3 മസ്ദറുകളെ ഉള്ളൂ. അത് മസ്ദറിൽ തന്നെ വരുന്ന കാര്യമാണ് അല്ലേ? ഖുർആൻ, സുന്നത്ത്, എന്താണ് ഫഹ്മു സലഫ്, ഫഹ്മു സഹാബ. ഇതിൽ 3-നപ്പുറം എന്താണ് ഒരു ഇമാമിന്റെ മദ്ഹബ്, അതിൽ തെളിവില്ലാത്ത കാര്യമാണ്, ഒരിക്കലും തെളിവില്ലാത്ത കാര്യമാണ്. അങ്ങനെ പിൻപറ്റപ്പെടാൻ അർഹരായിരുന്നെങ്കിൽ കൂടുതൽ യോഗ്യരായത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റിയ വ്യക്തിയായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും അഫ്ളലായ വ്യക്തിയായി തീർന്നത്. പക്ഷെ അദ്ദേഹത്തെ പോലും എന്ത് ചെയ്തിട്ടില്ല, സഹാബിമാർ പല വിഷയത്തിലെടുത്തില്ല. അത് എന്താണ്, ഇമാം ഇബ്നു തൈമിയ്യയുടെ റഫഉൽ മലാം അൻ അയിമ്മത്തിൽ ആലാം എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അബദ്ധം വന്ന വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജില് മുതഅത്താണ് ഏറ്റവും നല്ല, എന്താണ് തമത്തു, മുതഅത്തല്ല തമത്തു, അതാണ് ഏറ്റവും നല്ല ഹജ്ജിന്റെ രീതിയെന്ന്. കാരണം റസൂൽ അതാണ് ചെയ്തത്. പക്ഷേ ഇബ്നു അബ്ബാസും മറ്റു സഹാബിമാര് പറഞ്ഞു ഖിറാനാണ് ഏറ്റവും നല്ലത്. കാരണം റസൂൽ നസ്സായി പറഞ്ഞിട്ട് ഖിറാനാണ് അഫ്ളലെന്ന്. കിതാബ് തൗഹീദിലെ ആ ഹദീസ് ഇബ്നു അബ്ബാസിന്റെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്, അഖ്ശാ അൻ തുനസ്സല അലൈക്കും ഹിജാറത്തുൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് കല്ലുകൾ വർഷിക്കപ്പെടുന്ന ഞാൻ ഭയപ്പെടുന്നുണ്ട്. അഖൂലു ഖാല റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുന്നു. അൻതും തഖൂലുന ഖാല അബൂബക്കർ വഖാല ഉമർ, എന്നാൽ നിങ്ങൾ പറയുന്നു അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു എന്ന്. ചെറിയൊരു വിഷയത്തിൽ. അപ്പൊ എന്താണ്, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബദ്ധം പറ്റിയ ഒരുപാട് വിഷയങ്ങൾ, അതിനൊന്നും തന്നെ അയിമ്മത്തുകൾ ആരും തന്നെ പിൻപറ്റിയിട്ടില്ല, നമ്മുടെ സലഫുകൾ ആരും തന്നെ പിൻപറ്റിയിട്ടില്ല.
അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എന്താണ് മിനയിൽ വെച്ച് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ളുഹറും അസ്റും പൂർത്തീകരിച്ചാണ് നിർവഹിച്ചിട്ടുള്ളത്. 4 റക്അത്തായിട്ട്. അതിനെ അയിമ്മത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സലഫുകള് ഇബ്നു മസ്ഊദ് പോലുള്ള സഹാബിമാർ അതിനെ എന്ത് ചെയ്ത് എതിർത്തിട്ടുണ്ട്. കാരണം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. ആരും തന്നെ അത് പിൻപറ്റിയില്ല. അപ്പൊ അവരെ പോലും ഫോളോ ചെയ്യാൻ പറ്റിയ പിന്നെ അതിനുശേഷം വന്ന ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ പോലുള്ള അയിമ്മത്തുകൾ ഒരിക്കലും തന്നെ അന്ധമായി തഖ്ലീദ് ചെയ്യാനുള്ള അവകാശമില്ല. പ്രത്യേകിച്ച് അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നു അബി ദാവൂദ് അസ്-സിജിസ്താനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അൽ വഖീഅതു ഫീഹി ജമാഅത്തുൻ മിൻ അഹ്ലിൽ ഇൽം. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം, അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രപരമായ വീക്ഷണം അത് തെറ്റാണെന്നുള്ള കാര്യം ഇജ്മാ ഉള്ള വിഷയമാണ്. ഹജാസിലെ ഇമാമായിട്ടുള്ള മാലിക് റഹിമഹുല്ലാ, ഷാമിലെ ഇമാമായിട്ടുള്ള ഔസാഇ റഹിമഹുല്ലാ, അതുപോലെ തന്നെ കൂഫയിലെ ഇമാമായിട്ടുള്ള സുഫിയാൻ അസ്-സൗരി, ബസ്രയിലെ ഇമാമായിട്ടുള്ള യഹ്യ ഇബ്നു സഈദ് അൽ-ഖത്താൻ, ഈജിപ്തിലെ ഇമാമായിട്ടുള്ള ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാ, ഇങ്ങനെ എല്ലാ അയിമ്മത്തുകളും ഏകോപിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രപരമായ വീക്ഷണം തെറ്റാണെന്നത്. ഖുറാസാനിലെ ഇമാമായിട്ടുള്ള അബ്ദുല്ലാഹ് മുബാറക്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾ കർമ്മശാസ്ത്ര വിഷയത്തിൽ ഫോളോ ചെയ്യുക? ഒരിക്കലും പാടില്ല. അദ്ദേഹത്തിന്റെ സദസ്സുകളില് ഖാല റസൂലുള്ളാഹി എന്ന് കേൾക്കാറുണ്ടായിരുന്നില്ല എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ 2/3 ഭാഗങ്ങളെയും തന്റെ ശിഷ്യന്മാരായിട്ടുള്ള ഖാദി അബൂ യൂസുഫും അതുപോലെ തന്നെ ഖാദി മുഹമ്മദും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു ഹസൻ ശൈബാനി 2/3 ഭാഗവും തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കക്ഷികളും ഇഖ്വാനുൽ മുസ്ലിമൂന്റെ അടിസ്ഥാന, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കർമ്മശാസ്ത്ര മദ്ഹബ് ഏതാണ്? ഹനഫി മദ്ഹബാണ്. അതുപോലെ ദുയൂബന്ദികള് ഹനഫികളാണ്. അത് ഖലീൽ അഹമ്മദ് സഹാറംപൂരി അദ്ദേഹത്തിന്റെ അൽ മുഹന്നദ് അൽ മുഫന്നിദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അദ്ദേഹം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന് എന്താണ് അദ്ദേഹത്തിന്റെ ദഅവത്തിനെ എതിർത്തുകൊണ്ട് ഗ്രന്ഥം എഴുതിയതാണ് അത്. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഞങ്ങള് ഫുറൂആയിട്ടുള്ള വിഷയത്തില് അബൂ ഹനീഫത്ത് നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി തഖ്ലീദ് ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, തഖ്ലീദ് ചെയ്യുന്നു. ബറേൽവികളും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തെ എന്താണ് അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ വിഷയത്തിൽ എന്താണ് അദ്ദേഹം പഴച്ചു പോയിട്ടുണ്ട്, അദ്ദേഹം അതിൽ തെറ്റു വന്നിട്ടുണ്ട്, ഇജ്മാഉള്ള വിഷയമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അഖീദയുടെ കാര്യം എന്താണ്, ഈമാനിന്റെ വിഷയമല്ലാത്ത എല്ലാ വിഷയത്തിലും അദ്ദേഹം പക്ക സലഫിയാണ്. പക്ഷെ ആ വിഷയത്തിൽ അവർ ഫോളോ ചെയ്യില്ല. മറിച്ച് എന്താണ്, അയിമ്മത്തുകള് എതിർത്തിട്ടുള്ള, പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ എന്താണ് കർമ്മശാസ്ത്ര വിഷയത്തിലാണ് അവർ തഖ്ലീദ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അത്തഖ്ലീദു കഅക്ലിൽ മൈത. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ശവം കഴിക്കുന്നത് പോലെയാണ്. അത് ദറൂറത്തിൽ മാത്രമല്ല, അത് ഹലാലാവുകയില്ല. ദറൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, അയാൾക്ക് എന്താണ് ആദ്യകാല സമയത്ത്, അതും ഒരു പ്രത്യേക 4 ഇമാമുകൾ തഖ്ലീദ് ചെയ്യണമെന്നില്ല, അതിലും നല്ല സലഫികളായ നല്ല വീക്ഷണമുള്ള അയിമത്തുകളുണ്ട്. ഇമാം അൽബാനിയെ പോലുള്ള ആളുകൾ, അവരെല്ലാം തന്നെ അവരുടെ നിലപാടുകളെല്ലാം ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരിക്കലും അബൂ ഹനീഫ റഹിമഹുള്ളയെ പോലെ എന്താണ് റഈന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഏറ്റവും അബൂ ഹനീഫ റഹിമഹുള്ളയെ പിൻപറ്റുന്നതിനും നല്ല എന്താണ് ദറൂറത്തുണ്ടെങ്കിൽ ആരെ പിൻപറ്റുന്നതാണ്? അൽബാനിയെയോ ഈ കാലത്തുള്ള ഷെയ്ഖ് മുഖ്ബിലിനെയോ ഒക്കെ പിൻപറ്റുന്നതാണ് അല്ലേ? അപ്പൊ അവരെ തന്നെ പിൻപറ്റണം എന്നുള്ളത് എവിടെയാണ് കിട്ടുന്നത്? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ അപ്പൊ ഈ തരത്തിലുള്ള എന്താണ് കാര്യങ്ങളാണ് ബിദ്അത്തുകളിലേക്ക് പോകാനുള്ള കാരണങ്ങൾ. അതുപോലെ തജ്രിബത്തുകൾ, എക്സ്പീരിയൻസുകൾ, അതൊരിക്കലും ദീനിൽ തെളിവല്ല. എനിക്ക് ഇന്നത് ചെയ്തപ്പോൾ ഇന്ന് ഫലം കിട്ടി, ഇന്ന് ദിക്ർ ചെയ്തപ്പോൾ ഇന്ന് എന്ത് ചെയ്ത ഫലം കിട്ടി, ഒരിക്കലും പാടില്ല.
അതുപോലെ തന്നെ റുഖിയ എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അബദ്ധം വന്ന വിഷയം ഇതാണ്. റുഖിയ നമുക്കറിയാം എന്താണ് ഇസ്ലാമിൽ ആദ്യം വിലക്കപ്പെടുന്ന റുഖിയ ചെയ്യുന്നത്. കാരണം എന്താണ്? കാരണം ശിർക്കുകൾ ഏറ്റവും വരാനുള്ള സാഹചര്യമുള്ള വിഷയമാണത്. കാരണം എന്താണ്? ശൈത്താനുമായി ബന്ധപ്പെടുന്ന വിഷയം, ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. പക്ഷേ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. എന്താണ്? ലാ ബഅസ ബിർറുഖ മാ ലം യകുൻ ഫീ ശിർക്ക്. റുഖിയ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. എന്താണ് ശിർക്കില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എന്താണ് ശിർക്കില്ലാതിരുന്നാൽ മതി, പിന്നെ എന്തും ആകാമെന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയത്. അപ്പൊ ബിദഅത്ത് ചെയ്യാൻ പറ്റുമോ? ഹറാമ് ചെയ്യാൻ പറ്റുമോ? കള്ളുകൾ ഉപയോഗിച്ച് റുഖിയ എന്താണ് ഇലാജ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹറാമായ രൂപത്തിൽ എന്താണ് പിന്നെ റുഖിയ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ എന്താണ് തജ്രിബത്തുകൾ ദീനിന്റെ ഒരു വിഷയത്തിലും പാടില്ലാത്തതാണ്. ഒരു വിഷയത്തിലും പാടില്ല. തജ്രിബത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് അദ്കാറുകളുടെ വിഷയമാണ്, റുഖിയത്തിന്റെ വിഷയമാണെങ്കിലും മറ്റ് എന്താണ് ദഅവത്തിന്റെ വിഷയം ഒരുപാട് അബദ്ധം വന്ന വിഷയമാണ് ദഅവത്ത്. അതിൽ റസൂൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കുറേ വരുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ തോന്നിയതുപോലെ ദഅവത്ത് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. അപ്പൊ എന്താണ് നാടകം കളിച്ചും സിനിമ ഉണ്ടാക്കിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പലരും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ദഅവത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം എന്താണ്? വഖിഫ് ഹൈസു വഖഫൽ ഖൗം. ആ സമൂഹം എങ്ങനെയാണ് നിലകൊണ്ടത് അവിടെ നീ നിലകൊള്ളുക എന്ന് പറഞ്ഞു. അപ്രകാരം നീ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ സഹാബിമാർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ. നമുക്കറിയാം ഈ ഇതേ അർത്ഥത്തിൽ ധാരാളം ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. ഉസ്സാബിഖൂനൽ അവ്വലൂൻ സൂറത്തു തൗബയിലെ ആയത്താണ്. അതുപോലെ തന്നെ വമൻ യുശാഖിഖിർ റസൂൽ, ഇതെല്ലാം സഹാബിമാരെ പിന്തുടരാൻ കൽപ്പിക്കുന്ന ആയത്തുകളാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത. നിങ്ങളിൽ ആരെങ്കിലും ശർഅ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിച്ചുപോയവരെ പിൻപറ്റുക. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. കാരണം ഇവരിലെ ഫിത്ന വരികയില്ല എന്ന് നമ്മൾ നിർഭയരാകാൻ പറ്റില്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. കാനു എന്താണ്? കാനു അബർഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ. ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യമുള്ള ഹൃദയങ്ങളുള്ള ആളുകളാണ്. മറ്റു ഹദീസിൽ വന്നിട്ടുണ്ട് എന്താണ്? ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലേ? റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് എല്ലാ ആളുകളുടെയും ഹൃദയത്തിലേക്ക് അള്ളാഹു ഒരിക്കലും നോക്കി ഈ നുബുവത്തിന് മുമ്പായിട്ട്. അപ്പം മുഹമ്മദിന്റെ ഹൃദയമാണ് ഏറ്റവും നല്ല ഹൃദയമായി കണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നുബുവത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. നോക്കണം, ഏറ്റവും നല്ല വ്യക്തിയാണ്. അല്ലാതെ അപ്പൊ ഏറ്റവും യോഗ്യരായ ആളുകളാണ് ഇതിന് അർഹരായിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താണ്? ലൗ കാന നബിയുൻ ബഅദി ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം നബി വരാനുണ്ടായിരുന്നെങ്കിൽ, വരുമായിരുന്നെങ്കിൽ, ഒരിക്കലും ഇല്ല, ഉണ്ടെങ്കിൽ വരാനിരിക്കുമായിരുന്നെങ്കിൽ അതാരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരുന്നേനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തിർമിദി റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസാണ്. അബ്ദുൽ ആമിർ റിവായത്ത് ചെയ്ത ഹദീസ്. അപ്പൊ യോഗ്യരായ ആളുകളാണ്. അല്ലാതെ എന്താണ് ഇതുപോലെ എന്താണ് ഗുലാം അഹ്മദിനെ പോലുള്ള എന്താണ് മാനസിക രോഗികൾ, വിഡ്ഢികളായ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ് ആൻസൈറ്റിയാണ്, ആ രോഗം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയപ്പെടുന്നത്. ആ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് മലക്കാണെന്ന് നബിയാണെന്നൊക്കെ തോന്നൽ വരും. ഇന്ന് നമ്മൾ റുഖ്യ ചെയ്യാൻ പോയാൽ ഈ രോഗമുള്ള ആളുകളുടെ അടുത്ത് പോയാൽ കാണാൻ കഴിയും. അവർ പറയാൻ എനിക്ക് വഹി കിട്ടിയിട്ടെന്ന് പറയും. എന്നോടും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും, റുഖ്യ ചെയ്യാൻ എനിക്ക് വഹി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ അതുപോലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും എന്തായിരുന്നു? എല്ലാ അർത്ഥത്തിലും ദുർബലനായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നോക്കി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്. അപ്പൊ എന്താണ്? സഹാബിമാരെ ഹൃദയമാണ് ഏറ്റവും നല്ല ഹൃദയമായി കണ്ടത്.
അങ്ങനെ സഹാബിമാരെ റസൂലുള്ളാഹിന്റെ ഹവാരികളായിട്ട്, സഹായികളായിട്ട്, റസൂലുള്ള വസീറുകളായിട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചു അല്ലേ? അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ എല്ലാവരെക്കാളും ആഴത്തിൽ അറിവുള്ളവർ അവരായിരുന്നു. ഇന്ന് പലരും പറയുന്നതാണ്, നമുക്കറിയാം, എല്ലാ വിഭാഗം ആളുകൾ, സലഫികളല്ലാത്ത എല്ലാ വിഭാഗം ആളുകൾ പറയുന്ന പൊതുവായ തത്വം എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഹമവിയിലും തദ്മുരിയിലും പറഞ്ഞു. എന്താണത്? അവർ പറയുന്ന വാദം എന്താണ്? തരീഖത്തു സലഫി അസ്ലാം. സലഫുകളുടെ മാർഗം എന്താണ്? സേഫായ മാർഗമാണ്, തടി തപ്പൽ മാർഗമാണ്. എന്നാൽ തരീഖത്തുൽ ഖലഫി അഅലമു വഅഹ്കം. ഇതിന്നും നമ്മൾ തബ്ലീഗുകാരോട് സംസാരിച്ചാൽ അവർ ഇന്നും പറഞ്ഞു തരും, ഈ വാദം തന്നെ പറഞ്ഞു തരും. ഇതേ വാചകം ഒരു തരത്തിലും മാറ്റമില്ലാതെ. അതുപോലെ തന്നെ ഖ്വാനികളോട് സംസാരിച്ചാൽ, ഖുബൂരികളോട് സംസാരിച്ചാൽ എല്ലാവരും ഇതന്നെ പറഞ്ഞു തരാം. അപ്പൊ എന്താണ്? അവരാണ് ഏറ്റവും അറിവുള്ളവർ. അല്ലാതെ ഇവർ പറയുന്നത് പോലെ പിൻഗാമികളല്ല കൂടുതൽ അറിവും അതുപോലെ യുക്തിഭദ്രമായ നിലപാടുകൾ സ്വീകരിച്ചത്. കാരണം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ ഏറ്റവും സുരക്ഷിതമായ നിലപാട് സ്വീകരിക്കാൻ ആർക്ക് കഴിയുക? ഏറ്റവും അറിവുള്ള ആളുകൾക്ക്, ഏറ്റവും യുക്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്കാണ് കഴിയുക. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങളത് പിന്തുടരുക, റസൂലിനെയും സഹാബിമാരെയും എന്ത് ചെയ്യുക? പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായി ഒന്നും ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്കെല്ലാം മതിയാക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഖിഫ് ഹൈസു വഖഫൽ ഖൗം, ആ വിഭാഗം നിന്നിടത്ത് നിങ്ങൾ നിൽക്കുക. കാരണം അവർ അറിവോടുകൂടിയാണ് അവർ നിലപാടുകൾ എടുത്തത്. ഇബ്നു മസ്ഊദ് തന്നെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അയിമത്തുകൾ പറഞ്ഞു, സഹാബിമാരുടെ നിലപാടുകൾ അത് ഹജ്ജത്താണ്. അവരെന്താണ്? അവരെ ഷാദായ ഇജ്തിഹാദിയായ നിലപാടുകളല്ലാതെ. അത് മനസ്സിലാക്കാൻ എന്തുണ്ട്? വഴികളുണ്ട്. അത് ഒരുപാട് സമയം പിടിക്കും അത് വിവരിക്കാൻ. അപ്പൊ ഒരുപാട് വിഷയത്തിൽ അവരെ നിലപാടുകൾ, അവർ അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുള്ള നിലപാടെന്തായിരുന്നു? അവര് തഅ്വീൽ ചെയ്യാതെ അവര് അർത്ഥം എങ്ങനെയാണോ പദങ്ങൾ വന്ന ആ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കി. എന്നാൽ ജൗഹറത്തു തൗഹീദിൽ വന്നു അശ്അരികളുടെ അഖീദ വിവരിക്കുന്ന രണ്ട് മദ്ഹബ് സ്വീകരിക്കാം. ഒന്നുകിൽ തഅ്വീലിന്റെ മദ്ഹബ് സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ സലഫുകളുടെ തഫ്വീദിന്റെ മദ്ഹബ് സ്വീകരിക്കാം. ഖസബ് പറഞ്ഞത് കളവാണ്. കാരണം എന്താണ്? സലഫുകളുടെ മദ്ഹബ് തഫ്വീദാണോ? ആശയം അള്ളാഹുവിലേക്ക് വിടലാണോ? നമുക്ക് ആശയം അറിയില്ല, ഇത് വെറും എന്താണ്? ചില പദങ്ങൾ വന്നതാണ്, ഇതിന് അർത്ഥമൊന്നുമില്ല എന്നാണ് സലഫുകൾ പറഞ്ഞത്? ഒരിക്കലും അല്ല. അതിന് ഒരൊറ്റ തെളിവ് മതി. ഇമാം മാലിക് റഹിമഹുള്ളാഹിയുടെ അസർ, അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. കൈഫ ഇസ്തവ, എങ്ങനെയാണ് ഇസ്തവ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം പിടികൂടി, അദ്ദേഹം വേർത്തു. അദ്ദേഹം പറഞ്ഞു എന്താണ്? അൽ ഇസ്തിവാഉ മഅലൂം. ഇസ്തിവാ അതിന്റെ അർത്ഥം എന്താണ്? അറിയപ്പെട്ടതാണ്. എന്താ അർത്ഥം? ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താണ്? അല ഇസ്തഖറ എന്നൊക്കെയാണ് അർത്ഥം. അർത്ഥം വളരെ മാറൂഫാണ്. എന്നാൽ ഇല എന്ന താദീയത്തിൽ വരികയാണെങ്കിൽ ഖസദ എന്നാണ് അർത്ഥം, നമുക്കറിയാവുന്നതാണ്. അൽ ഇസ്തിവാഉ മഅലൂം. അത് വൽ കൈഫു മജ്ഹൂൽ, എന്നാൽ അതിന്റെ രൂപമാണ് അറിയാത്തതെന്ന് പറഞ്ഞു. വസ്സുആൽ വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെ സംബന്ധിച്ച് ചോദിക്കൽ ബിദ്അത്താണ്. വമാ അറാക ഇല്ലാ മുബ്തദിഅ, നിന്നെ ഒരു മുബ്തദി ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഫഅമറഹു ഫഉഖ്രിജ മിനൽ മസ്ജിദ്, അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ ഇതുപോലെ ഇസ്തിവാന്റെ വിഷയത്തിൽ പോലെ എല്ലാ വിഷയം എടുത്തുക. നമ്മളിവിടെ തബ്ലീഗുകാർ വന്നു. അപ്പൊ എന്താണ് ഇവിടുന്ന് വന്നത്? ഇപ്പോ അങ്ങ് എന്താണ് ഇവിടെ ഒന്നും ദായിമാരില്ലായിട്ട് എവിടുന്ന വന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. പിന്നെ കുറച്ചാള് ചിക്ക്മാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ വന്നിട്ട് ഭയങ്കര നമ്മൾ ദാവത്ത് ചെയ്യണം, അതാക്കണം, ആനയാക്കണം, കുതിരയാക്കണം, ഒരുപാട് സംസാരിച്ചു. അപ്പോ നമ്മൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാണ് അറിവുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അതില് അമീർ എന്ന് പറഞ്ഞു. അമീർ നല്ല പ്രായമുള്ള ആളാണ്. അയാൾ പറഞ്ഞു എന്താണ്? അതെ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു.
അപ്പൊ എന്താ പഠിച്ചത് ചോദിച്ചു, BCom പഠിച്ചത്. അങ്ങനെ ചോദിച്ചു എന്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഇൽമില്ലാതെ ദഅവത്ത് ചെയ്യൽ പഴപ്പിക്കലാണെന്ന്. നിങ്ങളിപ്പോ ചെയ്യുന്നത് പഴപ്പിക്കലാണ് ഈ വിഷയം. അങ്ങനെ കുറച്ച് ഹദീസുകൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്താണ് അപ്പം പറഞ്ഞു നമ്മൾ ജമാഅത്തിലൊക്കെ പോകലുണ്ട്, നമ്മൾ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് ചോദിച്ചു. ഏതാ ചോദിച്ചത്? അള്ളാഹു എവിടെയാണെന്നുള്ള ചോദിച്ചു. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ പറഞ്ഞു എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന വിഷയം പോലും അറിയില്ല. അങ്ങനെ നമ്മൾ അതിലുള്ള തെളിവുകൾ പറഞ്ഞു കൊടുത്തു. ആ ഒരു എന്താണ് അടിമ സ്ത്രീ എന്താണ് അവർ മുഅ്മിനത്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ചോദിച്ചത് എന്താണ്, അയിനല്ലാഹ് എന്നാണ്. ഒരു അടിമ സ്ത്രീക്ക് പോലും അറിയുന്ന വിഷയം. ഒരു അമീറിന് അറിയില്ല. എത്രയോ കാലം എന്താണ് ദാവത്ത് നടത്തിയാണ്. അതുപോലെ തന്നെ എന്താണ് ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ആരെങ്കിലും എന്താണ് അള്ളാഹു ഫിക്കുല്ലി മക്ക എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്, മുർത്തദാണ്, അയാളെ കൊന്നുകളയെന്നാണ് പറഞ്ഞത്. ഇതൂടെ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോയി, വരിയായിട്ട് പോയി. അമീർ മുന്നിൽ നടന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ വിഷയത്തിൽ അയിമത്തുകളെ പിൻപറ്റൂല. ഇമാം അബൂ ഹനീഫയെ ശാഫിഈ ഒന്നും തന്നെ പിൻപറ്റില്ല. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ കിതാബുൽ ഉലൂവിൽ എല്ലാ അയിമത്തുകളുടെ ആസാറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇസ്തിവാഇന്റെ വിഷയത്തിൽ, മറ്റെല്ലാ എന്താണ് സിഫാത്തുകളുടെ വിഷയത്തിൽ. അപ്പൊ നമ്മൾ ഏത് സിഫാത്തുകളാണെങ്കിലും കൈയാണെന്ന് വിചാരിക്കും, എത്ര അദില്ലത്തുകളാണ് അതുള്ളത്. നമ്മോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് അൽ യദു മാലൂം. യദ് എന്ന് പറഞ്ഞാൽ അത് മാലൂമത്താണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദഅ. ഇങ്ങനെ തന്നെ പറയണ്ട. വമാ ഉറാകയില്ല മുബ്തദിഅ. അന്നും ഇവിടെ എന്ത് ചെയ്യാ, എക്സ്ട്രാ ചേർത്ത് പറയാം ഏത് സിഫത്തുകളാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ ഹുക്കാമുകളുടെ വിഷയത്തിൽ മൗദൂദിയുടെ എന്താണ് അൽ ഖിലാഫത്തു വൽ മുൽക്ക് എന്നുള്ള ഗ്രന്ഥം എന്താണ് അതിന് പറയുന്ന പേരുടെ മലയാളത്തിൽ എന്താണ് ഖിലാഫത്തും രാജവാഴ്ചയും. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്, സമർത്ഥിക്കുന്ന വിഷയം എന്താണ്, ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന വിഷയം എന്താണ്, ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ആരുടെ വാദമാണിത്? ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ വാദമാണ്. അവരുടെ വാദം എന്താണ്, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്തായി കഴിഞ്ഞു, നന്നായി കഴിഞ്ഞു. പിന്നെന്തില്ല, പട്ടിണിയില്ല, പിന്നെ ദാരിദ്ര്യമില്ല, പിന്നെന്തില്ല, അക്രമങ്ങളില്ല, പിന്നെന്തില്ല, വർണ്ണ എന്താണ് വിവേചനങ്ങളില്ല, ഒന്നും തന്നെയില്ല. പിന്നെ ഒരു സ്വർഗീയമായ ഒരു എന്തുണ്ടായിത്തരും, ഒരു ലോകമുണ്ടായിത്തരും. അപ്പൊ രാജ്യമുണ്ടാക്കണം. അങ്ങനെയാണ് അവരത് എവിടെ ഉണ്ടാക്കിയത്. ഇപ്പൊ എത്ര രാജ്യങ്ങളുണ്ട്? 12 രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. എവിടെയാണ് സ്വർഗം ഉണ്ടാക്കിയത്? എന്നിട്ട് അവർ പറഞ്ഞു എന്ത്, അവരുടെ ആളുകൾ തന്നെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ ഒരു വാദമാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്, മൗദൂദി കൊണ്ടുവന്നത്. രാജ്യമുണ്ടാക്കി തീർക്കണം, എന്നാൽ എല്ലാം മാറും. അതിനുവേണ്ടി വ്യക്തികൾ എന്ത് ബിദഅത്ത് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ മിണ്ടരുത്, മിണ്ടാൻ പാടില്ല. ബിദഅത്തുകൾക്കെതിരെ എന്താ പാടില്ല, മിണ്ടാൻ പാടില്ല. അൽ ഹലാലു വൽ ഹലാൽ, എല്ലാം ഹലാലാണ്. അതുപോലെ തന്നെ എന്താണ്, എന്ത് തോന്നിവാസവും എന്തും ചെയ്യാം. വ്യക്തികൾ എന്ത് ചെയ്യണതില്ല, അങ്ങനെ തന്നെ നിന്നോട്ടെ. അഥവാ ഷിയയാകട്ടെ, സംഗതി ആളുകളെ എന്താണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഷിയായിസമാണ് ശരിക്കും. അതുപോലെ ബറേൽവി ആകട്ടെ, ഖാദിയാനി ആകട്ടെ, എന്ത് ദജ്ജാലാകട്ടെ, ഒരു കുഴപ്പമില്ല. എന്താണ്, ഈ മുസ്ലിം എന്ന പേരുണ്ടായാൽ മതി. എന്നിട്ട് ഒരു ഭരണം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നന്നാകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് ആരുടെ വാദമാണ്, ഷിയകളുടെ വാദമാണ്, ഇമാമിയത്താണ് അല്ലേ. എന്നാൽ ഇസ്ലാം എന്താണ് ചെയ്യുന്നത്, വ്യക്തികളോട് എന്താണ്, വ്യക്തികളെയാണ് കേന്ദ്രീകരിക്കുന്നത്. വ്യക്തികളിലൂടെ എന്താണ് കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും കേന്ദ്രീകരിക്കുന്നത് അല്ലേ. അല്ലാതെ ആദ്യമായിട്ട് ഭരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഒരു നബി എന്താണ് ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ എത്ര എന്താണ് അക്രമിയ ഭരണാധികാരി നിന്നു. അവിടെ എന്താണ് പ്രൊട്ടസ്റ്റ് ആക്കുകയും ഫിറഔനിന്റെ എന്താണ് ബുൽമുകളെ അടിച്ചിറക്കിയിട്ട് എന്താണ് എല്ലാ മിമ്പറുകളിൽ നിന്നും എല്ലായിടത്തും പ്രസംഗിക്കുകയും അതിനെതിരെ ആളെ കൂട്ടിയിട്ട് എന്താണ് വിപ്ലവം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞിട്ടുള്ളത്, അർസിൽ മഅയ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ ഞങ്ങൾ എന്റെ കൂടെ അയച്ചേക്ക്, ഞങ്ങൾ പോയിക്കൊള്ളാന്നാ പറഞ്ഞത്. അല്ലാതെ അവിടെ എന്താണ് രാജ്യം ഉണ്ടാക്കാൻ നോക്കിയില്ല.
അതുപോലെ തന്നെ അയിമ്മത്തുകൾ അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞു. ഫ്രൂഇ ആയിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥം വിവരിക്കുന്ന എല്ലായിടത്തും കാണാൻ കഴിയും ഭരണം എന്നുള്ളത് ഫ്രൂഇയായ വിഷയമാണ്. ഭരണം ചോദിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹു നമുക്ക് എന്താണ് സാലിഹായ അമലുകൾ, ഈമാനും സാലിഹായ അമലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലയസ്തഖ്ലിഫന്നകും ഫിൽ അർദ്, അള്ളാഹു നിങ്ങൾക്ക് എന്ത് തരും? ഭരണം തരും. അതെന്താ വേണ്ടത്? സാലിഹ ഈമാൻ വേണം. അല്ലാതെ എന്താണ് വിശ്വാസപരമായ എല്ലാവിധ എന്താണ് ബലാലത്തുകളും ഈ ജമാഅത്തെ ഇസ്ലാമി, ഇഖ്വാൻ മുസ്ലിം മറ്റെല്ലാ കക്ഷികളും കാണാൻ കഴിയും. ഇതൊക്കെ ഉണ്ടായിട്ട് അതിനെതിരെ ശബ്ദിക്കാതെ അതിനെ മിണ്ടാതിരുന്നു കൊണ്ട് ഒരിക്കലും അദ്ദേഹം കഴിയില്ല, ഭരണം സ്ഥാപിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്താണ് സാലിഹായ അമലുകൾ വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഹറാമുകളും ചെയ്തുകൊണ്ടല്ല ഭരണം സ്ഥാപിക്കേണ്ടത്. അങ്ങനെ ഒരാൾ ഭരണം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഭരണം പോകും. അങ്ങനെയാണ് പോയത് അല്ലേ? മുർസിയുടെ ഭരണം പോയി. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ആര് ഭരണത്തിൽ വന്നു? ഉർദുഗാൻ ഭരണത്തിൽ വന്നു. ഉർദുഗാൻ ആരാണ്? ഇഖ്വാനിയാണ്. ഉർദുഗാനെതിരെ വിപ്ലവമുണ്ടായി. എവിടെ? തുർക്കിയിൽ. എന്താ ചെയ്തത്? അതിനെ ആയുധം ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ് അദീം. ഇവർക്ക് ആർക്കെതിരെ പുറപ്പെടാം. ഏത് റസൂലാണെങ്കിലും റസൂലിനെതിരെ എന്താണ് ഇവരുടെ നേതാവ് പറഞ്ഞുല്ലേ, നീതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കെതിരെ പറയാം. പക്ഷെ അവർക്കെതിരെ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യായം ഉണ്ടായാലും അന്യായം ഉണ്ടായാലും എതിരൊരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെ, മുദാഹറാത്ത് ഉണ്ടായി തുർക്കിയിൽ, ആയുധം കൊണ്ട് അടിച്ചമർത്ത് കൊന്നു തീർത്ത് കളഞ്ഞു. അതല്ലേ കമ്മ്യൂണിസ്റ്റുകാർ എവിടെ വെച്ച് നടത്തിയത്? റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും എല്ലാ രാജ്യത്തും അത് നടത്തിയത്. ഇന്നിപ്പോ ഉത്തര കൊറിയയിൽ എന്താണ്, അവിടെ രാജാവിനെതിരെ എന്താ പറയുക, ഇനി സൗത്ത് എന്താണ് മറ്റേ കൊറിയയിൽ വെച്ചിട്ടുള്ള ഒരു ഫിലിം ഇവിടെ കണ്ടവരെന്താണ് കൊന്നുകളയും. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു ഷേപ്പിൽ മാത്രമേ മുടി കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഷേപ്പിൽ മുടി കട്ട് ചെയ്ത കൊന്നുകളയും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് രാജ്യമുള്ളത്. അപ്പൊ അവർക്ക് ആർക്കെതിരെയും പുറപ്പെടാൻ പറ്റും. കമ്മ്യൂണിസ്റ്റുകാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും. പക്ഷെ അവർക്കെതിരെ ആരും പുറപ്പെടാൻ പാടില്ല അല്ലേ? മൗദൂദി അദ്ദേഹത്തിന്റെ അൽ ഖിലാഫ വൽ മുൽക്ക് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഭരണീയരുടെ അവകാശങ്ങളിൽപ്പെട്ടതാണത് ഭരണാധികാരിക്കെതിരെ മുനാസഅത്തുൽ ഖലീഫ, ഖലീഫക്കെതിരെ എന്താണ് എതിർക്കുകയും എതിരെ സംസാരിക്കാനുള്ള അവകാശം എന്നുള്ളത്. സത്യത്തിൽ എല്ലാ ആയത്തുകളുടെയും ഹദീസിന്റെയും എതിരാണത് അല്ലേ? ആ അടിസ്ഥാനത്തിൽ ആ ഗ്രന്ഥത്തില് മൗദൂദി എന്ത് ചെയ്യുന്നുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ വളരെ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭത്സിക്കുന്നുണ്ട്, വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. മുആവിയക്ക് എന്തില്ല? ഭരിക്കാൻ അറിയില്ല. മുആവിയ ആർക്ക്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ കുടുംബക്കാരെ എണ്ണുന്നുണ്ട്. എത്ര കുടുംബക്കാരെയാണ് ഇന്നെന്ന എന്താണ് സ്ഥാനങ്ങളിൽ എന്താ ചെയ്തത് വെച്ചിട്ടുള്ളത്? മുആവിയയെ എന്താണ് ഷാമിന്റെ ഭരണാധികാരിയാക്കി. നമുക്കറിയാം മുആവിയ എന്നുള്ളത് ആരാണ്? സഹാബിയാണ്, ഖാതിബുൽ വഹ്യാണ്, റസൂലുള്ളാഹിന്റെ ഖാലാണ്. ആ മുആവിയ എന്താണ് ഭരണത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം അത്രയ്ക്ക് എന്താണ് ഭരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. യോഗ്യത ഉള്ളതുകൊണ്ടാണ് എന്താണ് ഷാമിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തത്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അവരൊക്കെ ബ്ലഡ് എന്നുള്ളത് ഭരണത്തിന്റെ ബ്ലഡാണ്. നേതൃത്വം എന്നുള്ളത് എന്താണ് എന്താണ് അത് പ്രകൃതത്തിൽ തന്നെ ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഏൽപ്പിച്ചത് അല്ലേ? അപ്പോ ആ അടിസ്ഥാനത്തിൽ എത്ര വജ്ഹുകളിലൂടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എതിർക്കുന്നത്. ഇന്നെങ്ങാനും ഉസ്മാൻ ഉണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ മൗദൂദി ഫ്രണ്ടിലുണ്ടാകും കൊടിയും പിടിച്ചിട്ട്. ആർക്കെതിരില്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നസ്അലുല്ലാഹി അസ്സലാമത വൽ ആഫിയ. അപ്പോ ഈ അർത്ഥത്തിൽ നമ്മൾ സുന്നത്ത് മുറുകെ പിടിക്കുകയും സഹാബത്ത് നിലക്കൊണ്ടിടത്ത് നിലക്കൊള്ളുകയും ചെയ്യണം അല്ലേ? ഇതാണ് ഔസാഇ റഹിമഹുള്ളാഹിയുടെ അസ്ർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വൽഹംദുലില്ലാഹ്.